ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു പച്ചമാങ്ങ വെച്ചിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുത്താലോ. എരിവും പുളിയും എല്ലാം ഉള്ളൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇഞ്ചിപ്പുളിയൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പവും ബിരിയാണിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഈന്തപ്പഴം അച്ചാറൊക്കെ എടുക്കുന്നില്ലേ. ഇറച്ചി ചോറിന് നല്ല ഒരു അച്ചാറാണ് പച്ചമാങ്ങ വെച്ചിട്ടുള്ളത്. പച്ചമാങ്ങയുടെയൊക്കെ സീസണാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക. കൂടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. കൂടെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിപ്പും മധുരമൊക്കെ കലർന്നിട്ടുള്ള മാങ്ങയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ 2 പച്ചമാങ്ങ കൂടി ഏകദേശം 1 കിലോഗ്രാമോളുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. തൊലി കളയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തൊലി മുഴുവനായിട്ടും കളയരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട്, കാരണം നമ്മൾ സ്റ്റീമർ കൊണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ മുഴുവനായിട്ടും കളയാത്തൊരു രീതിയിലല്ല, ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനേ. ഇടയ്ക്കൊക്കെ എന്നോട് തൊലി മുഴുവനായിട്ടും കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല തൊലി മുഴുവനായിട്ടും കളഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു രീതിക്ക് വേണേ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലുള്ള ഒരു പാത്രമാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പാത്രമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നിങ്ങളെടുത്തില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാം. ഇനി ഇത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊരല്പം വലിയ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിത് കട്ട് ചെയ്തിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു റെസിപ്പി കുറച്ച് കാലം കേടുകൂടാതെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മാങ്ങയിലേക്ക് എണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ നിന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ മാങ്ങ അടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ വേണം മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിനെ മീഡിയം ഫ്ലെയിമിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിത് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിത് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് പൊടിച്ച ശർക്കരയൊക്കെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 കപ്പ് അളവിലാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലും ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ശർക്കര പൊടിയില്ലെങ്കിലും മുയ്യ ശർക്കര ഉണ്ടാവില്ല, അതെടുത്താലും മതി. ഏകദേശം ഒരു 1/2 കിലോഗ്രാമോളം ശർക്കര എടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മെൽട്ടാക്കി എടുത്താലും മാത്രം മതി.
അപ്പം ഈ ഒരു ശർക്കര എടുക്കുമ്പോൾ നല്ല കറുപ്പടിക്കുന്ന ശർക്കരയല്ല, അതെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ എനിക്ക് അതുപോലത്തെ ശർക്കര കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കളറുള്ള ശർക്കര പൊടി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള മാങ്ങയില്ല, അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. മാങ്ങ ഒട്ടും തന്നെ അടിഞ്ഞൊന്നും പോയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങ തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തത് കൊണ്ട് തന്നെ മാങ്ങ ഒന്നും അടിഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാന് ഞാനിതിലേക്ക് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം നന്നായി കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടണം. എന്നാൽ മാത്രമല്ല നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരോ ഭക്ഷണങ്ങളും ഓരോ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റേതായ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി കൂടി നമുക്കിതിനൊന്ന് കുറുക്കി എടുക്കണം. ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടട്ടെ. നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർത്താതെ തന്നെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇഞ്ചിപ്പുളിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ലേ, ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മാങ്ങയുടെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായിട്ട് ഞാനിതിലേക്ക് ചില്ലി ഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് വറ്റൽമുളക് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നാൽ മാത്രമേ ഈ ഒരു റെസിപ്പിക്ക് ഏകദേശം അതായത് ഒരു പുളിവും എരിവും മധുരവും ഒക്കെ കലർന്നിട്ടുള്ള റെസിപ്പിയാണല്ലോ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയായില്ല ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണം എന്നുള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങ കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തണയാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കിതിനെ കുറുകി കിട്ടും. നല്ലൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു റെസിപ്പി ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെയും ഇറച്ചി ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള റെസിപ്പി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു പച്ചമാങ്ങയുടെ ഈ ഒരു റെസിപ്പിക്ക് ലൈക്ക് ഇടാൻ ആരും തന്നെ മറന്നു പോകല്ലേ. ഇങ്ങോട്ട് വരില്ല.